നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 മൈക്രോ എക്കണോമിക്സിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ ആണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഇൻഡിഫറൻസ് കർവ് ആണ്, രണ്ടാമത്തേത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, മൂന്നാമത്തേത് ഇൻഡിഫറൻസ് മാപ്പ് ആണ്. അപ്പോൾ നമുക്ക് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്ക്, 2 മാർക്ക്, 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ ഷോർട്ട് ഫോം ചെയ്തിരിക്കുന്നത് IC എന്ന പേരിലാണ്. IC, ഇൻഡിഫറൻസ് കർവ് എന്നുള്ളതിന്റെ IC എന്നാണ് നമ്മൾ അതിന് ഷോർട്ട് ഫോം ചെയ്യാറുള്ളത്. അതിന് മലയാളം പറയുന്നത് നിസ്സംഗത വക്രം എന്നാണ്. നിസ്സംഗത വക്രം. ഓക്കെ, എന്താണ് നിസ്സംഗത വക്രം അല്ലെങ്കിൽ എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗിവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. ഇൻഡിഫറൻസ് കർവ് ഓർ IC can be defined as the locus of points of combinations of two goods which give the same level of satisfaction. ഒരു കൺസ്യൂമർ അയാളുടെ വരുമാനം ഉപയോഗിച്ച് 2 വസ്തുക്കളാണ് വാങ്ങുന്നത് ആണല്ലോ. 2 വസ്തുക്കൾ, ഒന്ന് ഗുഡ് 1ഉം മറ്റൊന്ന് ഗുഡ് 2 ആണ്. നമ്മൾ ഇതിന് മുൻപ് കണ്ടതാണ്, ബജറ്റ് ലൈൻ, ബജറ്റ് സെറ്റിലൊക്കെ കണ്ടതാണ്. ഓക്കെ, അപ്പൊ കൺസ്യൂമർ ഗുഡ് 1 എന്നും ഗുഡ് 2 എന്നും പറയുന്ന 2 സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ 2 സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ 2 സാധനങ്ങളും അദ്ദേഹം വാങ്ങുന്നത് ഡിഫറെന്റ് കോമ്പിനേഷൻസിലാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമാർന്ന പ്രോപ്പർട്ടീസിലാണ് വാങ്ങുന്നത്, വ്യത്യസ്തമാർന്ന ചേരുവകളിലാണ് വാങ്ങുന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചേരുവകളുടെ പോയിന്റുകളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് ഈ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ IC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനതാ വക്രം, അങ്ങനെ ഒരു മലയാളം ഉണ്ട്. നിസ്സംഗതാ വക്രം എന്നാണ് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത് മലയാളത്തിൽ. ഓക്കെ, അപ്പോ IC ഓർ ഇൻഡിഫറൻസ് കർവ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് two goods which give the same level of satisfaction. Okay, ഒരു ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവൻ ചെലവാക്കി വാങ്ങുന്ന 2 വസ്തുക്കളുടെ അളവുകളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് ഏത്? യെസ്, തിയറി മാറിപ്പോവരുത്. ഓക്കെ, ഒരു ഉപഭോക്താവ് വാങ്ങുന്ന 2 സാധനങ്ങളിൽ നിന്നും കിട്ടുന്ന തുല്യ സംതൃപ്തിയെ കാണിക്കുന്ന ആ ബിന്ദുക്കളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ഇൻഡിഫറൻസ് കർവ്. അപ്പൊ എന്താണ് നിസ്സംഗതാ വക്രം? നിസ്സംഗതാ വക്രം സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമാർന്ന 2 വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷൻസിന്റെ പോയിന്റിനെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് IC, അതായത് വിച്ച് ഗിവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. ഒരു ഉപഭോക്താവ് വാങ്ങുന്ന 2 വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന തുല്യ സംതൃപ്തിയുള്ള ബിന്ദുക്കളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് ഏത്? നിസ്സംഗതാ വക്രം. എങ്ങനെയാണ് നിസ്സംഗതാ വക്രം? എന്താണ്? ഒരു ഉപഭോക്താവ് വാങ്ങുന്ന 2 വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന തുല്യ സംതൃപ്തിയുള്ള ബിന്ദുക്കളെ, അതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഒരു ഉപഭോക്താവ് വാങ്ങുന്ന 2 വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന തുല്യ സംതൃപ്തി നൽകുന്ന ബിന്ദുക്കളെ ചേർത്തു വരച്ചാൽ കിട്ടുന്നതാണ് നിസ്സംഗതാ വക്രം. ഓക്കെ, IC is defined as the locus of points of combinations of two goods which give the same level of satisfaction. അപ്പോൾ ഇവിടെ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു IC കർവ് കാണിക്കുന്നുണ്ട്. ഈ IC കർവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ലെഫ്റ്റ് അപ്പിൽ നിന്ന് റൈറ്റ് ഡൗണിലേക്ക് എന്താണ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അത് കോൺവെക്സ് ആകൃതിയിലാണ് എന്ത് ചെയ്യുന്നത്? അത് വളഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ICയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ICക്ക് നമുക്ക് പഠിക്കാനുള്ള 3 പ്രോപ്പർട്ടികളാണ്. ആ 3 പ്രോപ്പർട്ടികൾ എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് വരെയാണ് ചോദ്യം വരുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് ആണ്, പ്രത്യേകതകൾ. പ്രോപ്പർട്ടീസ് എന്നാണ് ചോദ്യം വരുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടികളിൽ ഒന്നാമത്തേത് ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഇൻഡിഫറൻസ് കർവ് അതിന്റെ ഒറിജിനിലേക്ക്, അതായത് ആ O എന്ന് പറയുന്ന ബിന്ദുവിലേക്ക്, X and Y ആക്സിസ് ചേർന്നിരിക്കുന്ന O എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് എന്താണ്? അതിങ്ങനെ കർവ് ചെയ്തിരിക്കുന്നു. എങ്ങനെ? കോൺവെക്സ് ആകൃതിയിലാണ് ഇരിക്കുന്നത്. അപ്പോ ICയുടെ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സ് ആകൃതിയാണ്. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത്
അത് കോൺവെക്സ് ആകൃതിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന IC എന്തിനെ സൂചിപ്പിക്കുന്നു? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചാൽ അതിന്റെ മുകളിൽ വീണ്ടും നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നു, വീണ്ടും ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നു. ഒരേ ആക്സിസിൽ നമ്മൾ ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകൾ ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ആ ഓരോന്ന് മുകളിലേക്ക് പോകും തോറും ഓരോ ഇൻഡിഫറൻസ് കർവിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതായത് ഹയർ IC ഓർ ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതല്ല, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. എങ്ങനെയാണ്? ഹയർ IC റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന IC, ഉയർന്ന നിസ്സംഗതാ വക്രങ്ങൾ കൂടുതൽ സംതൃപ്തിയെ കാണിക്കുന്നവയാണ്. അതായത് നമ്മൾ ഏറ്റവും താഴെ വരയ്ക്കുന്നത് IC1 ആണെങ്കിൽ അതിന്റെ തൊട്ട് മുകളിൽ IC2 എഴുതും, അതിന് മുകളിൽ IC3 എഴുതും, അതിന് മുകളിൽ IC4 എഴുതും. അതായത് ഓരോ ICകൾ മുകളിലേക്ക് വരയ്ക്കും തോറും അതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? അത് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, രണ്ട് പ്രോപ്പർട്ടി പറഞ്ഞു. ഒന്നാമത് എന്താണ്? കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, കോൺവെക്സ് ആകൃതിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഹയർ IC റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് IC മുകളിലേക്ക് പോകും തോറും എന്താണ്? ഹയർ സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്നു. മൂന്നാമത്തേത് ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്താവില്ല? പരസ്പരം കൂട്ടിമുട്ടില്ല. അതിങ്ങനെ മുകളിൽ ഇങ്ങനെ വരച്ചു പോകുക എന്നല്ലാതെ പരസ്പരം ഒരിക്കലും അതെന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഛേദിക്കില്ല അല്ലെങ്കിൽ കൂട്ടിമുട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കൂടെ പറയാം. എന്താണ്? ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റ് അപ് ടു റൈറ്റ് ഡൗണിലേക്ക് സ്ലോപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതായത് റൈറ്റ് വേർഡ് സ്ലോപ്പ് ആണ്, ഇൻഡിഫറൻസ് കർവ് റൈറ്റ് വേർഡ് സ്ലോപ്പ് ആണ്, ഇടത്ത് മുകളിൽ നിന്ന് വലത്ത് താഴോട്ട് ചെരിഞ്ഞതാണ്. അപ്പൊ 4 പ്രോപ്പർട്ടികൾ ഉണ്ട്. ഒന്നാമത്തേത് എന്തായിരുന്നു? IC കോൺവെക്സ് ആകൃതിയാണ്. രണ്ടാമത്തെ എന്താണ്? ഹയർ IC റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. മൂന്നാമത് എന്താണ്? IC ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. IC പരസ്പരം കൂട്ടിമുട്ടില്ല. നാലാമത്തത് വേണമെങ്കിൽ പറയാം എന്ത്? IC കർവ് റൈറ്റ് സ്ലോപ്പ് ആണ്, റൈറ്റ് വേർഡ് സ്ലോപ്പ് ആണ്, വലതുവശത്തേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? രണ്ട് ടോപ്പിക്കുകൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടോപ്പിക് ഇൻഡിഫറൻസ് മാപ്പിലേക്ക് പോകാം. ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്? എ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു കളക്ഷൻ ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പ് ഓഫ് IC ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്, IC മാപ്പ്. ഓക്കെ, IC മാപ്പ് എന്ന് പറയുന്നത് ICകളുടെ കൂട്ടമാണ്. അതായത് നിസ്സംഗതാ വക്രങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? IC മാപ്പ്. നിസ്സംഗതാ വക്രങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? IC മാപ്പ്. അതിന് ചിത്രം ഇവിടെ കൊടുക്കുന്നുണ്ട്, കാണാൻ മറക്കണ്ട. IC മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? IC മാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് IC കർവ്സ്. ഓക്കെ, IC കർവുകളുടെ കൂട്ടത്തെ അല്ലെങ്കിൽ അതിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് എന്താണ്? IC മാപ്പ്. ക്ലിയർ അല്ലേ? അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, ഇൻഡിഫറൻസ് കർവ്. എന്തായിരുന്നു ഇൻഡിഫറൻസ് കർവ്? ഉദാസീനതാ വക്രം അല്ലെങ്കിൽ നിസ്സംഗതാ വക്രം. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് വിച്ച് ഗിവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. 2 വസ്തുക്കൾ, ഒരു ഉപഭോക്താവ് തുല്യ സംതൃപ്തി നൽകുന്ന അളവുകളെ അല്ലെങ്കിൽ 2 വസ്തുക്കളിൽ നിന്ന് തുല്യ സംതൃപ്തി ലഭിക്കുന്ന അളവുകളെ ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന അളവുകളെ, 2 വസ്തുക്കളുടെ തുല്യ സംതൃപ്തി നൽകുന്ന അളവുകളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് എന്ത്? IC എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ രണ്ടാമത്തേത് എന്തായിരുന്നു? പ്രോപ്പർട്ടീസ് ആണ്. 4 പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് എളുപ്പമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. ദെൻ മൂന്നാമത്തത് എന്തായിരുന്നു? ഇൻഡിഫറൻസ് മാപ്പ് ആണ്. ഗ്രൂപ്പ് ഓഫ് IC ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. അതായത് നിസ്സംഗതാ വക്രങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് IC മാപ്പ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ദയവായിട്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമന്റ് ഒന്ന് പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് നന്നാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.